അപ്പോൾ കച്ചത്തീവ് കത്തുമോ എന്നായിരുന്നു നമ്മുടെ ചോദ്യം. കത്തും എന്ന സുജയ മാത്രം അഭിപ്രായം. ഡോക്ടർ അരുൺ ഭാഗികമായി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആണ്. മത്സ്യത്തൊഴിലാളികളുടെ വിഷയം തമിഴ്നാട്ടിൽ ഒരു വോട്ട് വിഷയമായതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്തല്ല, മൂന്നാം വട്ടവും മോദി അധികാരത്തിൽ വരുമ്പോൾ ഈ കച്ചത്തീവ് ഇന്ത്യയുടെ ഭാഗമാകുന്നത് നമുക്ക് കാണാമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അദ്ദേഹം വോട്ടിനിട്ടത് മൂന്നാം വട്ടം അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കാൻ വരട്ടെ. അത് മാത്രമല്ല, കച്ചത്തീവ് ഇപ്പോഴുള്ള വിഷയമല്ലല്ലോ, ഇപ്പോഴത്തെ കത്തിക്കേണ്ട കാര്യമല്ലല്ലോ. മൂന്നാം വട്ടം അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടുണ്ടെങ്കിൽ മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. ഗാൽവൻ കുന്നിലെ പ്രതിരോധത്തിന് ചില പ്രശ്നങ്ങളുണ്ട്, അത് നമ്മളൊന്ന് പരിഹരിക്കൂ. രണ്ട് ഭാഗത്ത്, ഒന്ന് ഗാൽവൻ കുന്നുകൾ ചൈന ലഡാക്ക് ഭാഗത്തും, മറ്റൊന്ന് ഈ ചർച്ചയിൽ ആരും പറയാത്തൊരു കാര്യമാണ്. ചൈന ഇന്ത്യയുടെ എത്ര കണ്ട് ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന് ഉന്നയിക്കുന്നത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. അത് രാഹുൽ ഗാന്ധി പോലും അല്ല, സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. അരുണാചൽ പ്രദേശ് എല്ലാ ദിവസവും ചൈന അരുണാചൽ പ്രദേശിലെ നഗരങ്ങളുടെ പേര് ഓരോ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ ഹിമാലയ റെട്രിക് ആവശ്യമാണ്. ശരി, നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ് ഇത് ചൈനയൊന്നും ഒരു പക്ഷെ കണ്ണുവെച്ചിട്ടുണ്ടാവില്ല. കണ്ണുവെച്ച് പേര് മാറ്റിക്കൊണ്ടിരിക്കുന്ന അരുണാചൽ പ്രദേശിലെ ഭാഗങ്ങളുണ്ട്, അതൊക്കെ തിരിച്ചെടുക്കൂ ആദ്യം, എന്നിട്ട് മതി നമുക്ക് ഈ പാവം കച്ചിത്തുരുത്തിലോട്ട് പോകുന്നത്. ഒരു പള്ളി മാത്രമേ ഉള്ളൂ, കച്ചിത്തുരുത്താണത്. കച്ചത്തീവ് കത്തുമോ എന്നാൽ കത്തുമെന്ന സുജയ ഇല്ല എന്ന് ഞങ്ങൾ 3 പേർ. Meet the editors.